കൃഷ്ണത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ദിവസമുണ്ട്. കാരണം നമ്മളെ ചാനലിൽ 1.5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇത്രയും നാള് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാമിലിക്ക് ഒത്തിരി നന്ദി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചക്കയ്ക്കകത്തുള്ള രോഗങ്ങളാണ്. അപ്പൊ ഇന്ന് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. റൈസോപ്പസ് ഫ്രൂട്ട് റോട്ട്, ഡൈബാക്ക്, പിങ്ക് ഡിസീസ്, സ്റ്റെം റോട്ട്, റൂട്ട് റോട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കി നോക്കാം. ആദ്യമായി റൈസോപ്പസ് ഫ്രൂട്ട് റോട്ട്. ഈ രോഗം വരുമ്പോൾ നമ്മുടെ കുഞ്ഞു ചക്കകളില്ലേ, അതായത് ഇപ്പോഴായിട്ട് വന്ന ചക്കകൾ, ആ ചക്കകളിലെല്ലാം ചെറുതായിട്ട് ഗ്രേ കളറിലുള്ള ഒരു ഫംഗസ് വന്നതിന് ശേഷം പൂർണ്ണമായി കറുത്ത കളറിലായി അത് താഴെ വീണ് കൊഴിഞ്ഞു പോകും. അടുത്തത് പിങ്ക് ഡിസീസ്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ പ്ലാവിന്റെ കൊമ്പ് ഒടിഞ്ഞതിന് ശേഷം രണ്ടായിട്ട് പിളർന്ന് നശിച്ചു പോകും. അടുത്ത ഡൈബാക്ക്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ പ്ലാവിന്റെ ഇലകളെല്ലാം വാടി ബ്രൗൺ കളറിലായതിനു ശേഷം തൊഴിഞ്ഞു പോകും. അടുത്ത റൂട്ട് റോട്ട്. ഇത് പ്രധാനമായിട്ടും പ്ലാവിന്റെ വേരുകളിലാണ് ബാധിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഇലകളെല്ലാം മഞ്ഞ കളറായതിനു ശേഷം പൂർണ്ണമായും മരം നശിച്ചു പോകും. അടുത്ത സ്റ്റെം റോട്ട്. ഈ രോഗം ബാധിക്കുമ്പോൾ നമ്മുടെ പ്ലാവിന്റെ തണ്ടുകളിലെല്ലാം വെള്ള കളറിലുള്ള പൂപ്പല് പറ്റും. ഇത് കാരണം കൊമ്പുകൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ ഫീൽഡിൽ എന്തെങ്കിലും മരത്തിൽ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് തീ കത്തിക്കാവുന്നതാണ്. കെമിക്കൽ കൺട്രോൾ ആയിട്ട് 1% ബോർഡിയാക്സ് മിക്സ്ചർ അല്ലെങ്കിൽ 0.2% കോപ്പർ ക്ലോറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലീഫ് സ്പോട്ടിന് വേണ്ടി. ഫംഗൽ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ബോർഡിയാക്സ് മിക്സ്ചർ ഒടിഞ്ഞ കൊമ്പിന്റെ ആ ഭാഗത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഫീൽഡ് നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് റൂട്ട് റോട്ട് ശല്യം ഒരുപാടുണ്ടാവും. അപ്പൊ പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ബൈ.